സിമ്പിൾ ഡി പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-8 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, പകുതി പുളിനാരങ്ങ, 2 പച്ചമുളക്. ഇതെല്ലാമാണ് വേണ്ടത്. ഇവയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇനി ഓരോന്നായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഇഞ്ചി ചെറുതായി നുറുക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയുമിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം. കടലപ്പൊടി 1 ടീസ്പൂൺ ഇട്ടാലും മതി. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മീനിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി ഇത് അരമണിക്കൂർ നേരം തേച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു ഫ്രൈയിങ് പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് സ്വാദുണ്ടാവുക. ഇങ്ങനെ ഫ്രൈ ചെയ്താൽ നല്ല സ്വാദാണ്. മീനാളുകൾ പല രീതിയിലും ഫ്രൈ ചെയ്യുന്നുണ്ട്. ഓരോന്നിനും ഓരോന്നിൻ്റേതായ രുചിയായിരിക്കും. ഇനി ഇതൊന്ന് മറിച്ചിടാം.
ഇത് നല്ല നെയ്യുള്ള മീനായതുകൊണ്ട് ഓയിലൊന്നും അധികം വേണ്ടി വരില്ല. ആകെ ആ മസാല അരയ്ക്കേണ്ടത് മാത്രമാണ് പണി. ചിലർ ഹൈ ഫ്ലെയിമിൽ വെച്ച് മീൻ ഫ്രൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ മസാല മുഴുവൻ കരിഞ്ഞു പോകും, കഴിക്കാനും സ്വാദുണ്ടാവില്ല. ഇങ്ങനെ നമ്മുടെ കൈവശമുള്ള എല്ലാ മീനും ഫ്രൈ ചെയ്തെടുക്കാം. മീൻ അധികം ക്രിസ്പി ആവാതെ ഫ്രൈ ചെയ്യുന്നതാണ് സ്വാദ് കൂടുതലുണ്ടാവുക. പക്ഷേ ചിലർക്ക് ചിപ്സ് പോലെ ക്രിസ്പി ആവുന്നതും ഇഷ്ടമാണ്. നമുക്കിത് അധികം ക്രിസ്പി ആവാത്ത രീതിയിൽ എടുക്കാം. മീനിൻ്റെ തോല് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് പൊളിച്ച ശേഷം ഫ്രൈ ചെയ്താൽ മതി. അത് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് കത്തി കൊണ്ട് ചെറുതായി നീക്കം ചെയ്യാൻ കഴിയും. ചിലർക്ക് മീനിൻ്റെ തോല് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടവുമല്ല.
അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നീക്കിയാൽ മതി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.